ഭുവനേശായ നമോ നമഃ. അറിവിൻ നിലാവേ മറയുന്നുവോ നീ, സ്മൃതി നിലാവിൻ കണിക തേടി രജനീഗന്ധി തിരുമുന്നിൽ നിൽപ്പൂ അറിയാത്തതിന്തേ നിറുകയണിയും കുളിർമതിക്കും അറിയുകില്ലേ. ഇപ്പൊ പാടി പാട്ട് ഏത് രാഗ ബേസ്ഡ് ആണ്? മോഹനം. മോഹനം. ഓക്കെ. ഇങ്ങനെ റൗണ്ട് വന്നു പറഞ്ഞപ്പോ ടെൻഷൻ ആയോ പെട്ടെന്ന്? ഇല്ല ഇല്ല ഇല്ല, കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഓക്കെ, നമുക്ക് ചോദിച്ചു നോക്കാം. ശരത് സാർ. ഹായ് മോളെ. ഹായ് സാർ. സുഖാണോ കുഞ്ഞിന്? മോഹനം അല്ലേ? എന്ത് രസമാണല്ലേ ഈ രാഗം, വളരെ പോസിറ്റീവാണ്. കൃഷ്ണന്റെ കൂടുതൽ പാട്ടുണ്ട് ഇതിൽ, മോഹനത്തിൽ അല്ലേ? കൃഷ്ണന്റെ പേര് തന്നെ മോഹനനാണ്. മോഹനനാണ്.
അപ്പോൾ അത് കുറേ പാട്ടുകൾ കേശാദിപാദം, പക്ഷെ അത് വേറെ രാഗങ്ങളുണ്ട് അത്, പക്ഷേ തുടക്കം അതാണ്. അപ്പം മക്കളെ ഈ ഈശായ നമ തുടങ്ങി നല്ല സുഖമായിരുന്നു. പിന്നെ ആ ഗൗരീശായ വന്നപ്പോഴത്തേക്കും മോൾ അങ്ങ് ഷാർപ്പായി. അതെന്താണ്? നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ നമ്മുടെ ആ വോയിസ് കൺട്രോൾ അങ്ങനെ തന്നെ വെച്ചോണം. അല്ല നിങ്ങൾ കുഞ്ഞുങ്ങളല്ലേ, നിങ്ങൾക്കത് കട്ടക്ക് പിടിച്ച് പ്രായം ആയാൽ തന്നെ അത് വോയിസ് കൺട്രോൾ ഉണ്ടാവണം മക്കളെ. അതുപോലെ മറയുന്നുവോ നീ, അത് പാടാമോ? നിലാവേ മറയുന്നുവോ നീ. അത് ശബ്ദാടപ്പുണ്ടോ? ഇല്ലല്ലോ, ഒന്നുമില്ല. അത് കുറച്ചും കൂടെ കേൾക്കാമായിരുന്നു. അത് നോട്ട് കേൾക്കുമ്പോൾ കുറേ കൂടെ ക്ലാരിറ്റി. മറ്റേ മോൾ അവിടെ കൊണ്ട് വിടുന്ന പോലെ ഇരുന്നു കേട്ടോ. പിന്നെ അങ്ങ് കറക്റ്റായിട്ട് അങ്ങ് വന്ന് ചേരണം മോളെ. ഇത് പ്രത്യേകിച്ച് ചരണത്തിലാണ് ഞാൻ പറയുന്നത്. മോക്ക് ആ ചരണത്തിൽ ആ രണ്ടും സ്മോക്ക് ചേർന്നിട്ടില്ല. അതിനെനിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഫ്രേസാണത്. എന്ന് പറയുമ്പോൾ അതിലൊരു ആ ഗായം കൂടെയുള്ള കണക്ട് വളരെ ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ അത് മോളത് കൃത്യമാക്കുക കേട്ടോ. അപ്പോൾ എന്തൊക്കെയാലും മോളെ നല്ല ഉഗ്രം പാട്ട് മോളെ നന്നായിട്ട് തന്നെ പാട്ടുണ്ട്. ഇതൊക്കെ മൈനറായിട്ടുള്ള മോളിപ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്, അത് കുറച്ചും കൂടെ ആയില്ലേ, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അല്ലാതെ മോള് പാടിയത് കുഴപ്പമൊന്നുമില്ല, മോള് നന്നായിട്ട് തന്നെ പാടി. ഇതും കൂടെ കറക്റ്റ് ചെയ്താൽ കിടക്കാച്ചി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. ചേച്ചി തീർത്ഥ നല്ല എഫേർട്ടാണ് കേട്ടോ. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടാണ്. എന്ന് പറഞ്ഞാൽ തീർത്ഥാനം നമ്മൾ ഒരു തീർത്ഥയാത്ര ചെയ്യുമ്പോൾ ഈ കാശി ടു രാമേശ്വരം ചെയ്യല്ലേ, അത് അങ്ങനെ തന്നെ. ഇത് താഴെ ഉള്ള ഒരു ഗാന്ധാരം, പിന്നെ മേളിൽ അവിടെ അത്ര താഴെ ഗാന്ധാരം വരെ ഉണ്ട്, പിന്നെ മേളിൽ അതുണ്ടല്ലേ അതുണ്ട്. പിന്നെ ഒരു 2 ഒക്ടേവ്. ഇത് രവീന്ദ്ര മാഷ് ഇത് ഒരു സ്പെഷ്യാലിറ്റിയാണ്. റേഞ്ച് ഉണ്ടല്ലേ. അപ്പൊ ഒരു തീർത്ഥയാത്ര ചെയ്യുന്ന ആ ഒരു ശ്രമമല്ലേ അത്, കാശി ടു രാമേശ്വരം അങ്ങനെ തോന്നി. ബിക്കോസ് ഇത് ഇത്രയും റേഞ്ച് ഉള്ളതുകൊണ്ട് ഇത് മോൾക്ക് താഴെ കിട്ടുന്നില്ല. പക്ഷേ ശ്രുതി നമുക്ക് കുറച്ചാ പിന്നെ അത് പ്രശ്നമാവും. പിന്നെ മേളിൽ അതും ഹൈ ആണ്. അപ്പോൾ ചിലപ്പോൾ സോങ് സെലക്ഷൻ നമ്മൾ ഒന്ന് നോക്കിയിട്ട് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. ഇത് ബിക്കോസ് നമുക്കൊരു യു ഹാവ് എ നാച്ചുറൽ റേഞ്ച് അല്ലേ. അപ്പോൾ അത് ശ്രദ്ധിച്ച് നമ്മൾ പാട്ടെടുത്താൽ കുറച്ചുകൂടി ഈസി ആവുമെന്ന് തോന്നുന്നു എനിക്ക് മോൾക്ക്. ഓൾ ദി ബെസ്റ്റ്. രണ്ടുപേരും ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ മോഹൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കല്യാണിയൊക്കെ പോലെ മോസ്റ്റ് കോമൺ യൂസ്ഡ് രാഗമാണ്. ഒരുവിധം നല്ല പ്ലസന്റ് ആയിട്ടുള്ളൊരു രാഗമാണ് അത്. മോള് നന്നായിട്ട് പാടി. പിന്നെ ഇവർ പറഞ്ഞല്ലോ കാര്യങ്ങളൊക്കെ പറയാം, നമ്മളത് ഇനി അത് എടുത്ത് പറയുന്നില്ല. അതുള്ള മോളെ ബ്രെത്ത് കൺട്രോൾ അത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഓൾമോസ്റ്റ് ചില ലൈൻസിൻ്റെ അവസാനമാകുമ്പോഴേക്കും ചെറിയൊരു ക്ലാരിറ്റി കുറവ്, ഇങ്ങനെ ഫെയ്ഡ് ഔട്ട് പോലെ ഇങ്ങനെ വന്ന് ഒരു ചെറിയൊരു പതർച്ച പോലെ ഒക്കെ ഫീൽ ആണ്. അതർവൈസ് നന്നായിട്ട് തന്നെ പാടി. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, നമുക്ക് മാർക്ക് ചോദിക്കാം. ചേച്ചി നമ്മൾ ചെയ്യാം. അല്ലല്ല, ചിത്ര ചേച്ചി ഈ രാഗത്തിൽ ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കും ശരത്തേച്ചനും വളരെ ഇഷ്ടമുള്ള ഒരു ഈ രാഗത്തിൽ ഒരു പാട്ടുണ്ട്. ഓക്കെ, വന്നതേ സൂപ്പർ. ഞാനിവിടെ പാടിയ പാട്ടാ. പാടിയോ അത്? ഏതാ വന്നതേ? ഞങ്ങള് പാടുന്നില്ല. പാടിയാച്ചാ? അയ്യോ അങ്ങനെ പാടല്ലേ. ചേച്ചി പാട് ശരത് സർ. കുങ്കുമം തന്തതേ സമ്മതം വാമേഘം തേൻ തൂവ നാളും നീ പാട വന്നതേ സംഗമം തന്തതേ സമ്മതം. ഇത് മോൾക്ക് വേണ്ടിയാണ്.
എല്ലാ രാഗത്തിലും ഓരോ പാട്ട്. Yes. അവനെന്താ തീർച്ചയായിട്ടും. Yes. പിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ പാടിത്തരും. ഇനി മേലെ ചോദിക്കാത്ത ഒരു പാടിത്തരും. ഇതോടുകൂടി നിർത്തിക്കോളാം. ഓക്കെ, ഇനി മാർക്സ് ചോദിക്കാം. ശരത് സർ. മക്കളെ 8 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക 8.5. താങ്ക് യു സർ. സോ ടോട്ടൽ 16.5 മാർക്സ്. ഇനി 2 റൗണ്ട്സ് ഉണ്ട്, അടിപൊളിയാക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.